ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. സ്വാമി എത്ര രൂപയായി? 2000 രൂപ. അയ്യോ 2000 രൂപയോ? ഇത്ര പെട്ടെന്ന് തീർക്കുന്നതിന് 2000 രൂപയോ? കുറേ കാശുണ്ടാക്കുന്നുണ്ടല്ലോ സ്വാമി. കഴിയുന്നത് തന്നിട്ട് പോ പിള്ളേരെ. എന്നാ ശരി. പിന്നെ കാണിക്കുന്ന അവിടെ എല്ലാവരും കൂടെ വൃത്തിയാക്കുന്ന നികേഷ് സ്പ്രേ അടിക്കുന്നു. എടാ ചെറുക്ക, അത് മൊത്തം അടിച്ച് തീർക്കാതെ അവർ വരുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് അടിച്ചാൽ മതി. അപ്പോഴേ വാസന ഉണ്ടാവത്തുള്ളൂ. ഇപ്പോഴേ കുറച്ച് വാസന ഉണ്ടാവട്ടെ. നീ എന്തേലും കാണിക്ക്. അല്ല, വീട് നല്ല വൃത്തിയായിട്ടുണ്ട് അല്ലേ? ഈ വീട് വൃത്തിയാക്കാൻ പറ്റാവുന്ന പരമാവധി വൃത്തിയാക്കിയിട്ടുണ്ട്. അല്ല, പെൺവീട്ടിൽ കാണാൻ വരുന്ന സുഭാഷ് ചേട്ടനെ അറിഞ്ഞൂടല്ലേ? അറിഞ്ഞൂടാ. ദേഷ്യപ്പെടുമെന്ന് കരുതി ഞാൻ പറഞ്ഞില്ല. ഏട്ടത്തി പറഞ്ഞ സുഭാഷ് ചേട്ടൻ ദേഷ്യപ്പെടത്തില്ല. ഏട്ടനോട് പറയുന്നതായിരിക്കും നല്ലത്. ഇത്തവണയെങ്കിലും കല്യാണം നടക്കണമെന്ന് നല്ലോണം പ്രാർത്ഥിച്ചോ. അതൊന്നും ശരിയാവത്തില്ല. വരുന്ന പെൺകുട്ടി നന്നായിരിക്കണം, അവരുടെ വീട്ടുകാർ നന്നായിരിക്കണം. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. വരുന്ന ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കാൻ എന്താ സുഭാഷ് ചേട്ടൻ വെട്ടാൻ നിർത്തുന്നത് പോത്തോ? അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? കല്യാണം നടക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് കെട്ടണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മനുഷ്യനെ എങ്ങനെയും ദേഷ്യം പിടിപ്പിക്കാൻ വളവളാന്ന് വർത്താനം പറയുക. ഹരീഷും സുഭാഷും കൂടെ വരുന്നു. എടാ എന്താടാ കാര്യം പറയടാ ഹരീഷേ. സുഭാഷ് ചേട്ടൻ വന്നേ പറയാം. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഇവൻ സൈറ്റിൽ വന്ന് വേഗം വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. ദേ പറഞ്ഞോ? ഇല്ല. ആദ്യം ഈ കസേരയിലോട്ട് വന്നിരുന്നേ. എന്തിനാടാ എനിക്കിങ്ങനെ ടെൻഷൻ തരുന്നേ? എടാ കാര്യം പറയടാ. നിധി പറ. നിങ്ങൾ പറ. നിൽക്ക്, ഞാൻ തന്നെ പറയാം. സുഭാഷ് ചേട്ടൻ ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. പെണ്ണോ? വീണ്ടും തുടങ്ങിയോ? പോവല്ലേ, ഇരിക്ക്. ഇത്രയും തിരക്കുള്ള പണി കിടക്കുമ്പോഴാണോ നീ എന്നെ പെണ്ണ് കാണാൻ കൂട്ടിക്കൊണ്ട് വരുന്നത്? അങ്ങോട്ട് പോകണ്ട, അവരിങ്ങോട്ട് വരും. എന്ത്? പെണ്ണ് ഇങ്ങോട്ട് വരുമെന്നോ? പെണ്ണ് ഇങ്ങോട്ട് വരത്തില്ല, അവരുടെ വീട്ടുകാർ വരും. എല്ലാം ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോയി കാണാം. എൻ്റെ മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? നീ ഒമാരുടെ കൂടെ ചേർന്ന് ഇങ്ങനെയൊക്കെ തുടങ്ങിയോ? അവർ വന്ന് സംസാരിച്ച് പോട്ടെ സുഭാഷ് ചേട്ടാ. എന്നാലും പ്ലീസ് സുഭാഷ് ചേട്ടാ, ഇത്രയും മതി. സുഭാഷ് ചേട്ടാ സമ്മതിച്ചിരിക്കുന്നു. ആദ്യമേ ഈ ഡ്രസ്സൊക്കെ മാറ്റിയേ സുന്ദരനാകാൻ. പെണ്ണ് കാണാൻ ഒരുക്കുന്നത് എൻ്റെ അവകാശമാണ്. എണീര് സുഭാഷ് ചേട്ടാ. ദേ ഇനി സമയമില്ല, ഇതൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ നോക്ക്. ഇതേനെ അച്ഛൻ പാട്ടും പാടി വരുന്നു. എന്താ ഇവിടെ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. കുറച്ചു നേരത്തിനുള്ളിൽ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും. അതിന് എൻ്റെ പൊന്നു നിധി, ഇയാളോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട. ഇയാൾ കുളവാക്കാനേ നോക്കത്തുള്ളൂ. എന്നാ പറയണ്ട. സുധീഷ് ഒന്നും മിണ്ടാതിരിക്കുക. സുഭാഷ് ചേട്ടന് വേണ്ടി ആലോചിച്ച പെണ്ണാ. ഇന്ന് അവർ കാണാൻ വരും. സാധാരണ നമ്മൾ അങ്ങോട്ട് പോയി ചായയും വടയൊക്കെ കുടിക്കുന്നത്. ഇപ്പം എന്താ തിരിച്ച് ഇങ്ങോട്ട്? അതോ ഇനി ചെറുക്കന് മുടന്തോ കണ്ണുപൊട്ടോ ഉണ്ടെന്ന് നോക്കിയിട്ട് വീട്ടിൽ വിളിച്ച് കയറ്റിയാൽ മതിയെന്ന് വിചാരിച്ചിട്ടാണോ? ഓ അങ്ങനെയൊന്നും അല്ല. അല്ല പിന്നെന്താ പുതുമ? അല്ല, വീടൊക്കെ കണ്ടിട്ട് മതിയെന്ന് അവർ പറഞ്ഞായിരുന്നു. അതുവരെ അച്ഛനും വീട്ടിലുണ്ടാവണം. അല്ല എപ്പോൾ വരും? ഇപ്പം വരും. രാഹുകാലം കഴിഞ്ഞിട്ടേ അവർ ഇറങ്ങത്തുള്ളൂ പറഞ്ഞേ. ഇതൊക്കെ നേരത്തെ പറയണ്ടായോ? ഓ, മുൻകൂട്ടി പറഞ്ഞ് അനുവാദം മേടിക്കണമായിരിക്കും. ശരിക്കും ഇതൊക്കെ ചെയ്യേണ്ടത് നിങ്ങളാണ്. അതിനുള്ള താല്പര്യമില്ല, അതിനുള്ള ഗഡ്സും ഇല്ല. എല്ലാ കാര്യവും ഞങ്ങൾ ചെയ്യണം. കുറച്ചു നേരം നിൽക്കാൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ് സമ്മതം വാങ്ങണം. നിങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല, വരുന്നവർ ചോദിക്കുമല്ലോ. ഓഹോ, എന്നാൽ തന്ത ചത്തുപോയെന്നങ്ങ് പറഞ്ഞാൽ പോരെ? എടാ മര്യാദയില്ലാത്ത ഭാഷ പറഞ്ഞാൽ ഞാൻ അങ്ങ് ഇറങ്ങിപ്പോവും. അച്ഛൻ ആരെ എങ്ങനെ വരട്ടുന്ന? അവർ വന്നു പോകുന്നവരെ വീട്ടിൽ കാണണം, അത്രേ ഉള്ളൂ. ഓ മേഡം, ഉത്തരവ് പോലെ ഞാൻ പുറത്തിരിക്കട്ടെ? മതിയോ? ആ മതി. എടാ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം, ഇപ്പം പെട്ടെന്ന് സമയം പോവും. സുഭാഷ് ചേട്ടൻ ഒരുങ്ങി വരുന്നു. ആ സുഭാഷ് ചേട്ടാ, സൂപ്പറാ സുഭാഷ് ചേട്ടാ, കൊള്ളാമല്ലോ. ആരാ ഒരുക്കിയത്? പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ വരുന്നതായിട്ട് കാണിക്കുന്നത്. ദാ അവർ വന്നെന്ന് തോന്നുന്നു. നിങ്ങളിതെങ്ങോട്ടാ? നിങ്ങളാണ് സുഭാഷ് ചേട്ടാ ചെറുക്കൻ. നിങ്ങൾ ഇവിടെ ഇരി, ഞങ്ങൾ പോയി കൂട്ടിയിട്ട് വരാം. ദേ ഇതൊക്കെ കുറച്ച് ഓവറല്ലയോ? എന്താ ഹലോ ഇറങ്ങാത്തത്? സമയമായിട്ടില്ല. ബ്രോക്കറോട് എന്ന് ചോദിക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് സമയം നോക്കണം. അവർക്ക് ഈ സമയം രാഹുകാലമൊക്കെ നോക്കുന്നത് വലിയ ഇതാണ് എന്ന് വെച്ച് മുറ്റത്ത് വന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങാത്ത എന്താ? ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ? ഇത് അന്ധവിശ്വാസമാണ്. എന്താ അവരിറങ്ങാത്തത്? അവർക്ക് ഈ കാലത്തിൻ്റെ നേരത്തിലൊക്കെ വിശ്വാസമാണ്. 4 മണി കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന്. ഓ, എന്താടാ അവരിറങ്ങാത്തേ? പോയി ആനയിച്ച് വിളിച്ചോണ്ട് പറഞ്ഞേ പതുക്കെ. എടാ 4 മണി ആവാറായോ? 4 മണിയായി, ഇറങ്ങാൻ സമയമായി, ഇറങ്ങാം. നമസ്കാരം. വീടിത്തിരി പഴയതാണല്ലേ? അതെ, വാ കയറി വരൂ. ഇതാണല്ലേ ചെറുക്കൻ? അതെ, ഇത് ഞങ്ങളുടെ ചേട്ടനാണ്. ചെറുക്കനെ പറ്റി അനിയനും ഭാര്യയും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒറ്റ മോളാണ് നിമിഷ. ബികോം കഴിഞ്ഞ്, ജോലിക്കൊന്നും അയച്ചിട്ടില്ല. ആലോചനകൾ പലതും വരുന്നുണ്ട്. എല്ലാ പൊരുത്തങ്ങളും ഒത്തുചേർന്നാലേ കല്യാണത്തിന് ഞങ്ങൾ സമ്മതിക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ ചെന്ന് അവൾ ചെന്ന് നിൽക്കേണ്ടെന്ന് ഞങ്ങൾ അങ്ങ് വിചാരിച്ചു. കല്യാണ പൊരുത്തം ഒത്തെങ്കിൽ അവർ തമ്മിൽ കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാമല്ലോ. ജാതകം ചേർന്നാൽ ഞങ്ങൾ മറ്റൊന്നും നോക്കത്തില്ല. ഇത് പത്മനാഭരം പത്മനാഭ ജ്യോത്സ്യർ, ഞങ്ങളുടെ കുടുംബ ജ്യോത്സ്യരാണ്. ഇയാളോട് ചോദിച്ചിട്ടേ ഞങ്ങൾ എന്ത് തീരുമാനിക്കത്തുള്ളൂ. വീട് പഴയതാണെങ്കിലും വാസ്തു കറക്റ്റാ. പയ്യൻ്റെ ജാതകം എടുത്തോണ്ട് വരാമോ? അയ്യോ ഇപ്പം എടുക്കാം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇപ്പം വേണ്ട. സുധീഷ് ജാതകം കൊണ്ടു കൊടുക്കുന്നു. ജാതകം താണ്ടേ? ജാതകം മാത്രം മതിയായിരുന്നെങ്കിൽ ഞാൻ അത് കൊണ്ടു തന്നേനെ. അത് പോരല്ലോ, വീടിൻ്റെ വാസ്തുഫലങ്ങളൊക്കെ നോക്കണ്ടായോ? അതിനാ ജ്യോത്സ്യനെയും കൊണ്ട് വന്നത്. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ജാതകം നോക്കിയിട്ട്. ജാതകം ഇപ്പോഴെഴുതിയതാണോ? പഴയ ജാതകം കാണാതായി, അതുകൊണ്ട് ഇപ്പം എഴുതിയതാ. ഇത് ആരെഴുതിയതാ? ഇവിടെ അടുത്തുള്ള ആളാണ്, സദാശിവ പണിക്കർ. ആരെഴുതിയാലും ഇത് നമ്മുടെ കുട്ടിക്ക് ചേരത്തില്ല. നമ്മുടെ കുട്ടിക്ക് നല്ല ഒരു രാശിക്കാർക്കും ചേരത്തില്ല. എടാ നല്ലൊരു ജാതകം കുറിച്ച് തരാനല്ലേ അങ്ങാർക്ക് പൈസ കൊടുത്തത്. അങ്ങോട്ട് നിന്ന് വരട്ടാൻ നിന്നുകൊണ്ടായിരിക്കും പണി തന്നത്.
അച്ഛൻ ചോദിക്കുന്നു ആരാടാ എഴുതിയത്? പറഞ്ഞില്ലേ സദാശിവ പണിക്കർ. ചുമ്മാതെ കാശും വാങ്ങിയാണ് ജാതകം എന്തേലും എഴുതി വെക്കുവാണ്. ഇപ്പോൾ മര്യാദയ്ക്ക് ജാതകം വരുന്നൊരു കുറവല്ലേ? കമ്പ്യൂട്ടർ ജാതകമല്ലയോ? പണിക്കർക്ക് ഒരു വെങ്കിടാചലസ്വാമി അറിയാമോ? മരിച്ചുപോയ വെങ്കിസ്വാമിയാണോ? അതെ അതെ, ഇവൻ്റെ ജാതകം എഴുതിയത് വെങ്കിസ്വാമിയാണ്. അന്നത്തെ കാലത്ത് 100 രൂപയാണ് ജാതകം എഴുതുന്നതിൻ്റെ ഫീസ്. ഇന്നലെ ജാതകം ചോദിച്ച സമയത്ത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു, ഇപ്പോൾ ഓർമ്മ വന്നു. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ പോയി ജാതകം എടുത്തിട്ട് വരാം. എടാ ജാതകം ഉണ്ടായിരുന്നു, വെറുതെ അങ്ങാർക്ക് പൈസ കൊടുക്കണ്ടായിരുന്നു. നിധി ഇത്രയും നേരം ഞങ്ങൾ ചോദിച്ചല്ലേ, എന്നിട്ട് ജാതകം എടുത്ത് തന്നില്ലല്ലോ. അച്ഛൻ ജാതകം എടുത്തുകൊണ്ട് വന്ന് കൊണ്ടു കൊടുക്കുന്നു. ജാതകം കൊണ്ട കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഓർമ്മയില്ലായിരുന്നു എന്ന്, ഇപ്പോൾ ഓർമ്മ വന്നു. ഇത് ശരിയാവില്ല, ഈ ജാതകം നമ്മുടെ പെൺകുട്ടിക്ക് ചേരൂല. നമ്മുടെ പെൺകുട്ടിക്ക് വേറെ പയ്യനെ നോക്കാം. ഇപ്പോൾ ഒറിജിനൽ ജാതകം കൊടുത്തിട്ട് ശരിയാവുന്നില്ലല്ലോ, എനിക്ക് അറിഞ്ഞൂടാടാ. ശരി, നിങ്ങൾ പറഞ്ഞ വേറെ കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സോറി, ജാതകം ചേർന്നില്ലെങ്കിൽ ഇത് ആദ്യമേ ശരിയാവത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞല്ലയോ. ഇത് ഇവിടെ വരെ വന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. നോക്കിയിട്ട് ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ വരെ വന്നുകൊണ്ടല്ലേ ഒറിജിനൽ ജാതകം കണ്ടത്. വീടും പരിസരവും കാണണമെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞായിരുന്നുവല്ലോ. ഈ ഒറിജിനൽ ജാതകത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജോത്സ്യരെ? ഉണ്ട്, നിങ്ങൾ കാണിച്ച ജാതകത്തിനും ഒരുപാട് പ്രശ്നമുണ്ട്. അല്ല, എന്ത് പ്രശ്നമാ? ഈ ജാതകക്കാരനെ സ്ത്രീ വാഴില്ല. ഈ ജാതകക്കാരിരിക്കുന്ന സ്ഥലത്തെ ഒരു സ്ത്രീയും വാഴാൻ പാടാണ്. ഓ, അതുകൊണ്ടാണ് കല്യാണമൊക്കെ നടക്കാത്തത്. ഈ ജാതകക്കാരനെ കല്യാണ യോഗമില്ല. ഇയാൾക്ക് മാത്രമല്ല പ്രശ്നം, ഇയാൾ വസിക്കുന്നിടത്തെ ഒരു സ്ത്രീയും വന്ന് വാഴില്ല. എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഇല്ലാത്തത് ഞാനല്ല കാരണം, ഇവനാണല്ലേ. അനാവശ്യം പറയല്ലേ, എൻ്റെ കല്യാണം കഴിഞ്ഞതാ. ഞാനും എൻ്റെ ഭാര്യ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടല്ലോ. വെറുതെ ഇല്ലാത്തത് പറയല്ലേ. ജാതകപ്രകാരം ഞാൻ കണ്ട കാര്യമേ പറഞ്ഞുള്ളൂ. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. എന്നാൽ പോവാം. എന്നാൽ ശരി, പോവാണേ. ഇത്രയും നാൾ ഇവൻ്റെ കല്യാണമാവാത്ത എന്താണെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുവാന്. ഇപ്പോഴല്ലേ മനസ്സിലായത് ഇവൻ ജനിച്ചപ്പോൾ തൊട്ടുള്ള കുഴപ്പമാണെന്ന്. എടാ, ഒറിജിനൽ ജാതകവും ശരിയല്ല, കാശ് കൊടുത്ത ജാതകമെങ്കിലും ശരിയായിട്ട് എഴുതിക്കൂടായിരുന്നോ? വെറുതെ ആ പത്മനാഭൻ പണിക്കറിൻ്റെ വായിരിക്കുന്ന കേൾക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. വെറുതെ എന്നെ കുറ്റപ്പെടുത്താൻ ഭയങ്കര നാവാണ്. ആരോട് പറയാൻ? വെറുതെ പെണ്ണ് കാണാൻ നടന്നാൽ പോരാ. ഒരവസരം കിട്ടിയപ്പോഴേ അങ്ങാരും കയറി കൊത്താൻ നോക്കുന്നു. ഈ ജാതകവും കൂതകം എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ പെണ്ണ് തേടാൻ പോവല്ലേ സുഭാഷേട്ടാ. ഈ ജാതകത്തിലൊന്നും വലിയ കാര്യമില്ല. ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ജാതകം നോക്കി ജോത്സ്യനെയും കൊണ്ട് നടക്കുന്ന പാർട്ടിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അയാൾ ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങാരെ നാട്ടുകാരെങ്കിലും പറഞ്ഞു വിട്ട പണിക്കരായിരിക്കും. അതേ സംസാരം, അതേ ഭാഷയും. അതുകൊണ്ടാണ് ഞാൻ നിധിയുടെ കാര്യം എടുത്തു പറഞ്ഞത്. അപ്പം അയാൾ ഉരുണ്ട് കളിക്കുന്നത് കണ്ടില്ലേ. ഒരു കണക്കിന് അത് ഒഴിഞ്ഞു പോയത് നന്നായി സുഭാഷേട്ടാ. വന്നപ്പോൾ ആ കാറിൽ നിന്ന് സമയം നോക്കാതെ ഇറങ്ങി വരാതിരുന്നപ്പോഴേ വട്ട് ഫാമിലിയാന്ന് പറഞ്ഞ് തിരിച്ചു വിടേണ്ടയായിരുന്നു. എങ്ങാനും ഈ കല്യാണം കഴിഞ്ഞാൽ സുഭാഷേട്ടൻ്റെ ഗതി എന്തുമായിരുന്നു? രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതിയായിരുന്നു. ഇതോർത്ത് വിഷമിക്കേണ്ട സുഭാഷേട്ടാ. ഇതിനൊക്കെ കാരണം ഞങ്ങൾ തന്നെയാണ്. ഇങ്ങനെ ഒരു ഫാമിലിയാണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. സുഭാഷേട്ടൻ എണീറ്റ് പോകുന്നു. സുഭാഷേട്ടാ, സുഭാഷേട്ടനെ വിളിക്കേണ്ടായിരുന്നു. നമ്മൾ മാത്രം സംസാരിച്ചാൽ മതിയായിരുന്നു. സുഭാഷേട്ടന് നല്ല ഹേർട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതങ്ങ് മാറുവിടാ, നമ്മുടെ ഏട്ടനില്ലയോ. ആ പണിക്കരെ വെറുതെ വിട്ടത് ശരിയായില്ല. അങ്ങനെ ഒരു കബഡിയും മാങ്ങാത്തൊലിയും ഇടിച്ച് ശരിയാക്കാനാ തോന്നിയത്. പിന്നെ കാണിക്കുന്നത് സുഭാഷേട്ടനെയാണ്. സുഭാഷേട്ടൻ അങ്ങാര് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ വീഡിയോ ആണ് സബ്സ്ക്രൈബ് ചെയ്യണേ.